വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുണ്ടറ പീഡന കേസിൽ പ്രതി പെൺകുട്ടിയുടെ മുത്തച്ഛൻ. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അമ്മയുടെ മൊഴിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതി കുട്ടിയുടെ ബന്ധുവാണെന്നാണ് സൂചന. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, പ്രതി കുട്ടിയുടെ മുത്തച്ഛൻ എന്ന് സ്ഥിരീകരിക്കാനായോ മറ്റു വിവരങ്ങൾ? കുട്ടിയുടെ മുത്തച്ഛൻ എന്ന് സ്ഥിരീകരിക്കുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മുത്തശ്ശിയുടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശിയുടെ മൊഴിയാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. കുട്ടിയെ പീഡിപ്പിക്കുന്നത് ഇവർ ഇതിന്റെ ദൃക്സാക്ഷിയായിരുന്നു എന്ന നിലയിലാണ് മൊഴി നൽകി എന്നാണ് ലഭിക്കുന്ന സൂചന. അതേസമയം ഇതിന്റെ ഇതൊക്കെ അനൗദ്യോഗികമായ വിവരങ്ങളാണ്. അതേസമയം ഇന്ന് 5 മണിക്ക് ശേഷം കൊട്ടാരക്കര റൂറൽ SP മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോഴായിരിക്കും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ നിന്ന് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അമ്മയുടെ മൊഴിയും കുട്ടിയുടെ മൊഴിയും കേസിലെ പ്രതിയെ ചൂണ്ടുന്നതിലേക്കുള്ള നിർണായക സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് പീപ്പിൾ TV തന്നെ ഇന്ന് രാവിലെ ആദ്യം തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ സത്യം കൊണ്ടുവന്നിരുന്നു. ഇതില് കൃത്യമായി നാളിതുവരെ പ്രതികരിക്കാതിരുന്ന ഇതിൽ ചോദ്യം ചെയ്യലുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്ന അമ്മ മൗനം വെടിയുകയും കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോഴാണ് കേസിനൊരു ചലനമുണ്ടായത്. ഒപ്പം തന്നെ കുട്ടിയെ മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ കുട്ടിയെയും കൗൺസിലിംഗിന് പലവട്ടം വിധേയമാക്കിയിരുന്നു. അതിനുശേഷം നൽകിയ ഒരു ധൈര്യം പകർന്നതിനെ തുടർന്നാണ് കുട്ടി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിനു മുമ്പ് കുട്ടിയെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരിയെയാണ് ഈ തരത്തിൽ ഭയപ്പെടുത്തി മുത്തശ്ശൻ ഉൾപ്പെടെയുള്ളവർ വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ആദ്യം ഒന്നും സംസാരിക്കാൻ തയ്യാറാകാതിരുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് പോലീസിന്റെ വളരെ തന്ത്രപരമായും അതേസമയം കുട്ടിക്ക് മാനസികമായി യാതൊരു പ്രയാസവും ഉണ്ടാക്കാത്ത തരത്തിൽ വളരെ ക്ഷമയോടുകൂടിയാണ് കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തയ്യാറായത്. തിരുവനന്തപുരത്തു നിന്നും അതുപോലെ കൊല്ലത്തുമുള്ള മനഃശാസ്ത്ര വിദഗ്ധരുടെ കുട്ടികളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇതിന് പോലീസ് ലഭ്യമാക്കിയിരുന്നു. അതുപോലെ നുണപരിശോധനയ്ക്ക് 20-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി സമൻസ് അയച്ചിരുന്നു. ഇത് കൊട്ടാരക്കര DYSP അന്വേഷണ ഉദ്യോഗസ്ഥനായ B കൃഷ്ണകുമാറിന്റെ ഇതിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്നറിയാൻ ഇതിൽ പ്രതി എന്ന് സംശയിക്കുന്ന മുത്തച്ഛനും മുമ്പേ ആദ്യം സംശയിച്ചിരുന്ന മുത്തച്ഛനെയും അതുപോലെ കുട്ടിയുടെ അമ്മയും സമൻസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്നത്. ഇവർ നാളെ കോടതിയിൽ ഹാജരാകുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ശരി തന്നെ ഇപ്പോൾ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകൾ ഇനി ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. അതുപക്ഷേ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ഉറപ്പായും ഇവർക്ക് മാതൃകാപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസവും പ്രതീക്ഷയും. രാജ്കുമാർ, ഈ മുത്തച്ഛൻ കൃത്യം നടത്തിയത് കൂടാതെ കുട്ടിയുടെ അച്ഛന്റെ മേൽ പഴി ചാരുന്നതിനുള്ള നടപടികൾ നേരത്തെ നടത്തിയിരുന്നു. ഒപ്പം ഈ വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടിയുടെ അമ്മയെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലേക്ക് കൂടി കേസുകൾ മാറില്ലേ? തീർച്ചയായും 2015-ലും 2011-ലും കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. 2015-ലാണ് പക്ഷേ പോസ്കോ ആക്ട് പ്രകാരം ഈ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 28 ദിവസം ഇയാൾ റിമാൻഡിൽ കുട്ടിയുടെ പിതാവ് റിമാൻഡിലായിരുന്നു. പിന്നീട് മെഡിക്കൽ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഈ കുട്ടിയുടെ പ്പോഴുണ്ടായ ബ്ലീഡിങ്ങിന് ഈ രക്തക്കറയാണ് ഈ മുറിയുടെ ഭിത്തിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു അമ്മ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അന്ന് പോലീസ് ഫോറൻസിക് വിദഗ്ധരെത്തി ഇതിന്റെ ഈ രക്തക്കറ എന്ന് സംശയിക്കുന്ന പദാർത്ഥങ്ങൾ അത് ശേഖരിക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ ഇത് നഖത്തിൽ അടിക്കുന്ന നെയിൽ പോളിഷ് ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പലവട്ടം പോലീസിനെ 2015-ൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും ഇതിൽ പിതാവിന് നീതി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതിൽ വീണ്ടും തന്റെ മകളുടെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പലവട്ടം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ SIT ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അതനുസരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇത്രയേറെ കണ്ടെത്തലുകൾ. ഈ ഒരു ക്രൂരമായ ലൈംഗിക പീഡനത്തിലാണ് വർഷങ്ങളായി
ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള കുട്ടി ഇതിന് ഇരയായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 22 മുറികളാണ് കുട്ടിയുടെ രഹസ്യ ഭാഗത്തോട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കും കുട്ടി ഇരയായിട്ടുണ്ട്. ഇതിൽ ഈ മുത്തച്ഛൻ തന്നെ ഇതിനെ ഭീഷണിപ്പെടുത്തിയും വാശീകരിച്ചും പലതരത്തിൽ ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്നുള്ളതാണ് ഈ പലരുടെയും ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പലരും മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനാരൊക്കെ ഇനി പ്രതിയാകാനുണ്ട്, മുത്തച്ഛനെ കൂടാതെ ഇനി മറ്റാരെങ്കിലും പ്രതിയാകുമോ, അതോ അവർ സാക്ഷിയാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് 5:30 മണിക്ക് ശേഷമുള്ള പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ഒരു കുട്ടിയുടെ മരണശേഷം ഒരു 25 ദിവസമായി നിലനിന്നിരുന്ന ഒരു അനിശ്ചിതാവസ്ഥയ്ക്കാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. എന്തായാലും ഇച്ചിരി വൈകിപ്പോവുകയാണെങ്കിലും ശരി തന്നെ ഒരു ക്രൂരനായ ഒരു ലൈംഗിക പീഡകന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിയുടെ മുത്തച്ഛൻ തന്നെയാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അത് മുത്തശ്ശിയുടെ തന്നെ, അത് ഈ പ്രതിയുടെ ഭാര്യയുടെ മൊഴി. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ പ്രായത്തിലും അവരെയും ഇതുപോലെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വിവരം. അവരാണ് പോലീസിനോട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും ഇതിലെ മുഖ്യസാക്ഷിയായി മാറാനുമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ മുത്തശ്ശിയുടെ മൊഴിയിൽ നിന്നും തന്നെ വന്നിരിക്കുന്നു. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിൽ ഈ നിഗമനത്തിൽ എത്തിച്ചേരുകയും ഇയാളെ ഇതിൽ പ്രതി ചേർത്തുകൊണ്ട് മുത്തച്ഛനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. UP മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, 50 അംഗ മന്ത്രിസഭ ഇന്ന് അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി ഗോരഖ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗവും അതോടൊപ്പം അതിതീവ്ര നിലപാടുകാരനുമായിരുന്ന യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. യോഗി ആദിത്യനാഥിനൊപ്പം ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇത്തവണ അപൂർവമായി 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പിന്നോക്ക വിഭാഗം നേതാവും സംസ്ഥാന അധ്യക്ഷനും കൂടിയായ കേശവ് പ്രസാദ് മൗര്യ, അതോടൊപ്പം RSS നേതാവും ലക്നൌ മേയറുമായ ദിനേശ് ശർമ്മ എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാർ. ഇവരുൾപ്പെട്ട 44 അംഗ മന്ത്രിസഭയിൽ 6 വനിതാ മന്ത്രിമാർ കൂടി ഉൾക്കൊള്ളുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗ് എന്നിവരൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായതും ശ്രദ്ധേയമായി. ഇതിനിടയിൽ ചടങ്ങിനെത്തിയ മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് മന്ത്രിമാരെ പ്രശംസിച്ച് ചില ആശംസകൾ നേർന്നതും ഈ ചടങ്ങിന് മുമ്പായി ചില മാധ്യമ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് കാരണമായി. അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗോരഖ്പൂർ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയും ഹിന്ദു യുവവാഹിനി സ്ഥാപക നേതാവുമായിരുന്ന ആദിത്യനാഥ് വലിയ പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ പല കേസുകളും ഇപ്പോഴും നിലവിലുണ്ട്. ഈ ആയുധം കൈവശം വയ്ക്കൽ, അതോടൊപ്പം കലാപത്തിന് കാരണമായ പ്രസംഗങ്ങൾ നടത്തൽ തുടങ്ങി നിരവധി കേസുകൾ യോഗി ആദിത്യനാഥിന്റെ പക്കലുണ്ട്. എന്തായാലും വികസനവും അജണ്ടയും മുൻനിർത്തി വോട്ട് ചോദിച്ച BJPക്ക് ഇനി ഉത്തർപ്രദേശിൽ അതേ നിലപാട് ഈ തീവ്ര ഹിന്ദുത്വ മുഖ്യമന്ത്രിയിലൂടെ നിലനിർത്താനാകുമോ എന്നാണ് ഇനി വരും ദിനങ്ങളിൽ അറിയേണ്ടത്. BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കോലിബി സഖ്യം പൊടിതട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നതായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനും പറഞ്ഞു. തിരുവനന്തപുരത്ത് EMS അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നിയമസഭാ മന്ദിരത്തിന് മുന്നിലെ EMS പ്രതിമയിലെ പുഷ്പാർച്ചനയോടെയാണ് തലസ്ഥാനത്തെ അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനും പുഷ്പാർച്ചന നടത്തി. രാജ്യത്ത് BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനാവില്ലെന്ന് തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ കോടിയേരി പറഞ്ഞു. 10 ദിവസമായി പ്രസിഡന്റ് ഇല്ലാത്ത KPCC ആണ് കേരളത്തിലെ KPCC, തലയില്ലാത്ത KPCC. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത, RSSന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന, BJPയുടെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും കോലിബി സഖ്യം പൊടിതട്ടിയെടുക്കാൻ ശ്രമമുണ്ടെന്ന് VS. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല.
LDF കൺവീനർ വൈക്കം വിശ്വൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത സംഘടനയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രാജ്യത്ത് RSS രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ശ്രമിക്കുന്നു. CPIM നേതാക്കളെ വഴിനടക്കാൻ അനുവദിക്കില്ല എന്നതാണ് RSS നയമെന്നും കോൺഗ്രസിനും BJPക്കും ബദൽ ശക്തിയാകാൻ CPIMന് കഴിയുമെന്നും കോടിയേരി പറഞ്ഞു. ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഹിന്ദുവിന്റെ താല്പര്യം സംരക്ഷിക്കാനല്ല ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നത്. 3 കൊല്ലം അധികാരത്തിൽ വന്ന BJP ഏത് ഹിന്ദുവിന്റെ താല്പര്യമാണ് രക്ഷിച്ചത്? തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളുമായ ഹിന്ദുക്കളുടെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. BJP പ്രതിദാനം ചെയ്യുന്നത് കോർപ്പറേറ്റുകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്രഭുത്വ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ ലക്ഷണമൊത്ത ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള മോദിയുടെ സർക്കാർ. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് KPA മജീദ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും KPA മജീദ് മലപ്പുറത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരുടെ പാർട്ടി അണികളോ പ്രവർത്തകന്മാരോ ഇപ്പം തന്നെ മനസ്സിലാവും. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് വിലയിരുത്തലാണ് എന്ന് സ്വാഭാവികമായി പറയും. ഞങ്ങൾ ആ വെല്ലുവിളി നേരിടാൻ തയ്യാറാണ്. ഞങ്ങൾ പറയുന്നത് ഈ ഗവൺമെൻറ് വിലയിരുത്തലായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിലുള്ള വിലയിരുത്തലാകും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പെന്ന് രമേശ് ചെന്നിത്തല. UDF ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നും അഹമ്മദ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടുമെന്നും ചെന്നിത്തല പറഞ്ഞു. സോണിയാഗാന്ധി വിദേശത്തു നിന്ന് തിരിച്ചെത്തിയാലുടൻ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നും ചെന്നിത്തല കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. കഴിഞ്ഞ തവണ അഹമ്മദിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ കുഞ്ഞാലിക്കുട്ടിയെ വിജയിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്. വൻ ചരിത്ര വിജയം മലപ്പുറത്ത് നേടുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലായി തന്നെ മാറും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും വിലയിരുത്തലാകും. പാർലമെന്റ് ഇലക്ഷനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായി തന്നെ ഇത് മാറും, ഒരു സംശയവുമില്ല കാര്യത്തിൽ. EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം. വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുന്ന വർത്തമാനകാലത്ത് വാക്കുകളുടെ പ്രാധാന്യം പ്രസക്തമാണ്. EMSന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് കേരളം. സഖാവ് EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷമാകുന്നു. ജന്മിത്തം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തീക്ഷ്ണമായ സമരങ്ങളിൽ പങ്കാളിയായാണ് EMS പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സ്വത്വജീവിതം ത്യജിച്ച് ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൂണൂലറുത്തുമാറ്റി കാലത്തെയും ചരിത്രത്തെയും തനിക്കൊപ്പം നടത്തിയ EMS ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ EMS അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്. തൊഴിലാളി വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലളിതമായ സ്വന്തം ജീവിതത്തിലൂടെ മലയാളികൾക്ക് മാതൃകയായി EMS എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും, 2 ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ തടവറയ്ക്കുള്ളിൽ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്ന മനുഷ്യ മനസ്സുകളെ മോചിപ്പിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിമറച്ചു. ലോകത്തിലാദ്യമായി ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണത്തിലെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന സവിശേഷണവും EMSന് സ്വന്തം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെയും ജന്മിത്വ സമ്പ്രദായത്തിനെതിരെയും ശക്തമായ പോരാട്ടമാണ് EMS നടത്തിയത് എന്നതിന് ഒരു ഉദാഹരണമാണ് ജന്മിത്വ സമ്പ്രദായത്തിന്റെ അടിവേറക്കുന്ന രീതിയിൽ EMS സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഭൂപരിഷ്കരണ ബിൽ. ചരിത്രമെന്നത് സമ്പന്നന്റെയും രാജാക്കന്മാരുടെയും ജീവചരിത്രം മാത്രമല്ലെന്നും കീഴാളനും അടിച്ചമർത്തപ്പെടുന്നവനും ചരിത്രം നിർമ്മിക്കാൻ സ്ഥാനമുണ്ടെന്നും EMS ഉറക്കെ പറഞ്ഞു. വർഗീയതയുടെ അന്തരീക്ഷം വളരുന്ന, വർഗീയ കോമരങ്ങൾ കൊടികുത്തിവാഴുന്ന
അസഹിഷ്ണുതയുടെ വർത്തമാനങ്ങൾ രാജ്യത്തിന്റെ മതേതര മനസ്സുകളെ വ്രണപ്പെടുത്തുന്ന ഈ കാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മനസ്സിൽ എക്കാലവും EMS ജീവിക്കും, ഒരു രക്തനക്ഷത്രമായി. ന്യൂസ് ഡെസ്ക്. KS ചിത്രയ്ക്കും SP ബാലസുബ്രഹ്മണ്യത്തിനുമെതിരെ ഇളയരാജയുടെ വക്കീൽ നോട്ടീസ്. താൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ അനുവാദം കൂടാതെ വിവിധ വേദികളിൽ ആലപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചിത്രയ്ക്കും SP ബാലസുബ്രഹ്മണ്യത്തിനുമെതിരെ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. SPB തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. പകർപ്പവകാശത്തെ കുറിച്ച് അധികം ബോധവാനായിരുന്നില്ലെന്നും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നും SPB പറഞ്ഞു. അതിനാൽ ഇനി വരുന്ന സംഗീത സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിക്കാൻ നിയമ തടസ്സങ്ങളുണ്ടായെന്നുമാണ് SPB ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. പെയിന്റിംഗ് പണിക്കിടെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് ശരീരം തളർന്നുപോയ നിർധന യുവാവ് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. തിരുവനന്തപുരം കമലേശ്വരത്തെ വാടക വീട്ടിൽ കഴിയുന്ന ശിവപ്രസാദിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാൽ എണീറ്റ് നടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. എന്നാൽ ചികിത്സാ ചെലവിനായി വൻതുക വേണ്ടിവരുമെന്നത് ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. സെപ്റ്റംബർ 25 ജീവിതത്തിന്റെ എല്ലാ നിറമുള്ള സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയ ഈ ദുർദിനം ഒരിക്കലും ശിവപ്രസാദിന് മറക്കാൻ കഴിയില്ല. 33 വയസ്സ് മാത്രമുള്ള ഈ ചെറുപ്പക്കാരന്റെ ഉപജീവന മാർഗമായിരുന്നു പെയിന്റിംഗ് ജോലി. എന്നാൽ ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴേക്ക് നിലംപതിച്ച ശിവപ്രസാദ് മരണവുമായി മല്ലിട്ട് ദിവസങ്ങളാണ് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇതിനോടകം ലക്ഷങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞു. എന്നാൽ എണീറ്റ് നടക്കണമെങ്കിൽ ശിവപ്രസാദിന് ഇനിയും ഒരു ശസ്ത്രക്രിയ കൂടി വേണം. ഇതിനായി 4 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സഹോദരി ഭർത്താവിന്റെ കമലേശ്വരം ആര്യൻ ചുഴിയിലെ വാടക വീട്ടിലാണ് ശിവപ്രസാദും അമ്മയും താമസിക്കുന്നത്. ചായക്കടയിലെ ജോലിക്കാരനായ സഹോദരി ഭർത്താവിന്റെയും വീട്ടുജോലിക്ക് പോകുന്ന സഹോദരിയുടെയും ചെറിയ വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. കടം വാങ്ങിയും സുമനസുകളുടെ സഹായം ഒന്നുകൊണ്ടു മാത്രമാണ് ആദ്യ ശസ്ത്രക്രിയ നടത്തിയത്. ശിവപ്രസാദിന് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇനി എന്തെന്നറിയാതെ പൊട്ടിക്കരയുകയാണ് ഈ അമ്മ. നമുക്ക് സഹായിക്കുന്ന ആരുമില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രക്ഷപ്പെടും പറഞ്ഞു. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുത്താൽ മതി. അല്ലാതെ എനിക്ക് ആരുമില്ല, അവൾ മാത്രമേ ഉള്ളൂ. അവൾ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് മരുന്നുകൾ വാങ്ങുന്നത്. ആസ്ബറ്റോസ് മേൽക്കൂരയ്ക്ക് കീഴിൽ മീനമാസ ചൂടിനെ തോൽപ്പിക്കും വിധം ഉള്ളുരുകി കഴിയുകയാണ് ഈ കുടുംബം. സുമനസുകൾ ആരെങ്കിലും കനിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ എണീറ്റ് നടന്നേക്കും. തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി കാനറ ബാങ്കിന്റെ മണക്കാട് ശാഖയിൽ സഹോദരി പ്രസന്നയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ക്യാമറമാൻ അജിത്തിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. വറ്റിവരണ്ട കേരളം. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ച കുട്ടനാടൻ കാർഷിക മേഖലയെ തകർത്തു. നൂറുകണക്കിന് കർഷകരാണ് കൃഷി ഉപേക്ഷിച്ചത്. 5000 ഹെക്ടറിലധികം നശിച്ചതോടെ കർഷകർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. കവിതയിലെ ഈ വരികളിപ്പോൾ കുട്ടനാട്ടിലെ കർഷകരുടെയും ആത്മഹത്യാക്കുറിപ്പുകളായിരിക്കുന്നു. ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് കേരളത്തിന്റെ നെല്ലറ കാക്കാൻ കർഷകർ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെ കുട്ടനാട്ടിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല സാധാരണ കർഷകർ കൃഷി ഇറക്കുന്നത്. മറിച്ച് വരുന്ന ഒരു വർഷക്കാലം തങ്ങളുടെ ആവശ്യത്തിനുള്ള അരി ശേഖരിച്ചു വെക്കുക കൂടിയാണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യക്ക് സമാനമായി വരൾച്ച പാടശേഖരങ്ങളെ കീറിമുറിച്ചതോടെ നഷ്ടമായത് കർഷകരുടെ പ്രതീക്ഷകളായിരുന്നു. കാലവർഷം പെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തുലാവർഷം പെയ്തിട്ടില്ല, ഇതിനൊക്കെ കഠിനമായ ചൂട്, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷിക്കാർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 27,000 ഹെക്ടറിൽ ഇത്തവണ കൃഷി ഇറക്കിയെങ്കിലും പകുതിയിലധികവും പാതിവഴിയിൽ കർഷകർക്ക് വരൾച്ച മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു.
കടലിനും കായലിനുമിടയിൽ കിടക്കുന്ന കുട്ടനാട്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. വരൾച്ച മൂലമുണ്ടായത് കുട്ടനാട്ടിലെ കർഷകരുടെ മാത്രം നഷ്ടമല്ല, അത് കേരളത്തിന്റെ നെല്ലറയെയാണ് കാര്യമായി ബാധിക്കുക. ഇനി എന്റെ ചലനവുമെടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവുമെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പൊതുജനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയ പദ്ധതിക്കാണ് തുടക്കമായത്. തൃശൂർ 3 പീടികയിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA ET ടൈൽസൺ മാസ്റ്റർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രജനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു.